നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ ആയില്യ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴം 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചാരവശാൽ വ്യാഴം 12ൽ നിൽക്കുന്ന അത്ര നല്ല ദൈവാധീനമുള്ള ഒരു സമയമല്ല, വ്യാഴപ്പഴമുള്ളൊരു സമയമാണ്. മാത്രമല്ല അഷ്ടമാധിപത്യം വഹിച്ചിട്ടാണ് ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇത്തിരി ഭാഗ്യക്കുറവിൻ്റേതായിരിക്കുന്ന വിഷയങ്ങൾ അനുഭവിക്കേണ്ട ഒരു മാസമാണ്. അതേപോലെ തന്നെ 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ഘണ്ണകാരനായിരിക്കുന്ന കേതു ചൊവ്വയോട് യോഗം ചെയ്തുമാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ തന്നെ കുറച്ചൊരു സാമ്പത്തിക ഞെരുക്കം ഈ മാസത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ ബുധനോട് യോഗം ചെയ്ത് നിപുണായോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല രീതിയിൽ ബുദ്ധിപരമായ സംസാരം കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ഒക്കെ കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നൊരു സമയമൊക്കെ തന്നെയാണ്. 4ാം ഭാവാധിപതി സർവാഭിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ കുടുംബസംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. കുടുംബസുഖം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകുക, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശാന്തമായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നൊരു ഗുണമുള്ളൊരു മാസമാണ്. അതേപോലെ തന്നെ വീട് വിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം ധനകാരകനായിരിക്കുന്ന വ്യാഴം 12ൽ നിൽക്കുമ്പോൾ സാമ്പത്തികമായിരിക്കുന്ന മെച്ചങ്ങൾ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. അപ്പം അന്യദേശത്ത് പ്രവൃത്തി എടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 2ൽ ചൊവ്വ നിൽക്കുമ്പം ധനകേകതനം എന്ന് പറയുന്നൊരു യോഗമാണ്. അഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലുക, നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും അത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക, അല്ലെ തെറ്റിദ്ധാരണ ഉണ്ടാകുക, എടുത്തിയാടി സംസാരിച്ചു എന്നൊക്കെയുള്ള തോന്നലുണ്ടാകുക, അതേപോലെ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അത് കാരണം കൊണ്ട് പിന്നെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ കണ്ണ്, ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗങ്ങൾ, നടുവേദനയോ അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുള്ളൊരു മാസം കൂടി ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്ന്. 5ാം ഭാവാധിപതി കർമാധിപത്യം വഹിച്ചിട്ട് രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ 2ാം ഭാവത്തിൽ കർമാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് ധനസ്ഥാനത്ത് നിൽക്കുന്നത് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടാനായിട്ട് യോഗമുണ്ട്. എങ്കിലും സാമ്പത്തിക ഞെരുക്കം കൊണ്ട് കഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. ക്ഷേത്രദർശനം പോലെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു മാസം കൂടിയായിട്ടാണ് കാണുന്നത്. പിന്നെ നിവർത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഭാര്യ കുടുംബക്കാരിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. അപ്പോൾ പൊതുവേ കുറേ ഗുണഫലങ്ങളും കുറേ ദോഷഫലങ്ങളും ഉണ്ട്. ഇപ്പോൾ 12ാം വ്യാഴത്തിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം, നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം പഠനത്തിലൊക്കെ ശ്രദ്ധ കുറയാനുള്ള സാധ്യതയുണ്ട്. വിദ്യാസ്ഥാനത്ത് നിൽക്കുന്നത് ചൊവ്വയും കേതുവും കൂടിയാണ്. അപ്പം ഏകാഗ്രത കിട്ടാതിരിക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും വാശി കൂടാനും എടുത്തിയാട്ടം കൂടാനും തലവേദന പോലെയുള്ള രോഗാവസ്ഥ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ക്ഷേത്രദർശനം യഥാശക്തി വഴിപാടൊക്കെ ചെയ്താൽ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ ഈ മാസം സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.